ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജോർജ് സാറിന്റെ മുന്നിൽ എത്തിയതുപോലെ വേറെയും വഴികൾ അവർ തേടിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. അതെ, നമ്മുടെ ഭാഗത്തെ ചെറിയ പാളിച്ചകൾ പോലും നമ്മളെ തന്നെ കാട്ടിക്കൊടുക്കുന്ന അവസ്ഥയുണ്ടാവും. ഹലോ, എന്തായി? തൽക്കാലം നീ സേഫാണ്, നീ പേടിക്കണ്ട. അവർക്ക് ഫോണിൽ നിന്നും ഒരു ഡീറ്റെയിൽസ് ഇതുവരെ കിട്ടിയിട്ടില്ല. താങ്ക് ഗോഡ്. നന്ദി പറയേണ്ടത് ദൈവത്തിനല്ല, മേനോൻ സാറിനോടാ. അവര് നിന്നെ പിടിക്കാൻ വന്ന സമയത്ത് നീ അവരെ ആരെങ്കിലും കണ്ടായിരുന്നോ? നിങ്ങൾ എന്തേ പറയുന്നു? എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ എന്നെ ശ്രമിച്ചത്. ആ സമയത്ത് ആരും നോക്കാനാ. നല്ലൊരു അവസരമാണ് പൃഥ്വി നീ നഷ്ടമാക്കിയത്. ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള പ്രധാന ശത്രുവാണ് അവര്. എടോ, അവരെ തിരിച്ചറിയാനുള്ള അവസരം കിട്ടിയിട്ട് അത് പാഴാക്കി സ്വന്തം ഐഡന്റിറ്റി അവരുടെ മുന്നിൽ കൊണ്ടുപോയി ഇട്ടുകൊടുത്തില്ലേ? വെരി ബാഡ്. നിങ്ങൾ എന്തേ വിളിച്ചു പറയുന്നേ? ആ സിറ്റുവേഷനിൽ ആരാണെങ്കിലും പാനിക് ആവുക തന്നെ ചെയ്യും. ഞാൻ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ സേഫാ. അത് നിന്റെ മിടുകല്ല, അവരുടെ കഴിവുകേടാ. അതിൽ നീ അഹങ്കരിക്കണ്ട. എനിക്കൊരു കോള് വരുന്നുണ്ട്. എടോ, ഇത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം സംസാരിക്കുമ്പോ നിനക്ക് മറ്റുള്ള കോൾ അറ്റൻഡ് ചെയ്യണോ അല്ലേ? വേണ്ട, പറ. നീ മേനോ സാറിനൊപ്പം ചേരുമ്പോ അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് മറക്കണ്ട. അത് മറന്നാൽ നിനക്കൊരു ലൈഫ് ഉണ്ടാവില്ല. അറിയാലോ നിനക്ക് മേനോൻ സാറിനെ. ഓ, അറിയാം. എന്താ ഷീ, കുറെ നേരമല്ലേ നീ ഫോണും കുത്തിക്കൊണ്ടിരിക്കുന്നത്? എന്താ പറ്റിയ? എപ്പോ വിളിച്ചാലും പൃഥ്വിയുടെ ഫോൺ എൻഗേജ്ഡാ. ഇനി അഥവാ കിട്ടിയാൽ തന്നെ സംസാരിക്കാൻ നേരമില്ലെന്നും പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് കട്ടാക്കും. ഇതാണോ കാര്യം? ഈ നിസാര കാര്യത്തിന് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? നിസാര കാര്യോ? ഇതാണോ നിസാര കാര്യം? കല്യാണം കഴിഞ്ഞിട്ടും പൃഥ്വി ഇങ്ങനെ തുടർന്നാ ഞാൻ പിന്നെ എന്ത് ചെയ്യും? എന്റെ അശി, നീ ഇങ്ങനെ സില്ലി ആകാതെ വെറുതെ എടുത്തു ചാടി പൃഥ്വിയോട് വഴക്കിട്ട നഷ്ടം നിനക്ക് മാത്ര. അത് മറക്കണ്ട. അഷി പറയുന്നതിലും കാര്യമുണ്ട്. പൃഥ്വിക്ക് അഷിയോട് എന്തോ താല്പര്യക്കുറവുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. അതെന്താ നാത്തൂൻ ഇപ്പൊ അങ്ങനെ പറഞ്ഞ? ബർത്ത്ഡേ ഫംഗ്ഷന് നമ്മൾ ചെന്നിട്ടും അവൻ മാറി മാറി നടക്കായിരുന്നില്ലേ? മര്യാദയ്ക്ക് അഷിയോടൊന്നും സംസാരിച്ചു പോലുമില്ല. അതെ, എന്നിട്ട് എന്തെങ്കിലും ചോദിച്ചാ ഒന്നുമില്ല, ബിസി ആയിരുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞങ്ങ് ഒഴിഞ്ഞു മാറും. നിങ്ങൾ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. പൃഥ്വിക്ക് 100 തിരക്കുകളുള്ളതല്ലേ. അതാകും അധികം നേരം സംസാരത്തിനൊന്നും നിൽക്കാത്തത്. എത്ര തിരക്കുണ്ടെങ്കിലും അശിക്ക് വേണ്ടി സമയം കണ്ടെത്തണ്ടേ? അതെ, കുറെ സ്വത്തും പണവും മാത്രം കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? വെറുതെ മണ്ടത്തരം പറയാതെ പെണ്ണേ. കല്യാണം കഴിഞ്ഞ പിന്നെ നീ അവനെ മാറ്റിയെടുക്കണം, എന്നിട്ട് അവനെ ചൊൽപ്പടിയിലാക്കണം. അവിടെയാ നിന്റെ മിടുക്ക്. അതെ, അതൊക്കെ ഒരു പെണ്ണിനെ കൊണ്ട് ഈസി ആയിട്ട് സാധിക്കും. പിന്നെ നീ പറയാതെ ഫോൺ എടുക്കുക പോയിട്ട് വീടിന് പുറത്തേക്ക് പോലും പോകാത്ത വിധത്തിൽ നീ മാറ്റണം. ഈ പറയുന്ന പോലൊക്കെ നടന്നില്ലെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യും? എന്റെ ലൈഫല്ലേ നശിക്കുന്നേ. അതൊക്കെ നടക്കും. അതിനുള്ള വഴിയൊക്കെ ഞങ്ങള് പറഞ്ഞുതരാം, അല്ലേ ഗിരിജെ? പിന്നല്ലാതെ. എന്റെ മോളെ, പൃഥ്വിയല്ലാതെ അവനേക്കാളും കൊല കൊമ്പന്മാരായ പലരും ഭാര്യമാരുടെ പുറകെ വാലും ചുരുട്ടി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിക്കണം. നിനക്ക് കയ്യിൽ വന്നിരിക്കുന്ന ഒരു മഹാഭാഗ്യം തന്നെയാ. വെറുതെ എടുത്ത് ചാടി അത് നഷ്ടപ്പെടുത്തരുത്. കണ്ടോ, അഞ്ജുവിന് വിവരമുണ്ട്. ഇങ്ങനെ വേണം ബുദ്ധിയുള്ള പെൺകുട്ടികൾ ചിന്തിക്കാൻ. അല്ലാതെ ഫോൺ എടുത്തില്ല, ചിരിച്ചു കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ വഴക്കുണ്ടാക്കിയല്ല. ഓ, ഇപ്പൊ അങ്ങനെയായോ? ഇപ്പൊ അമ്മ തന്നെയല്ലേ ബർത്ത്ഡേയുടെ അന്ന് പൃഥ്വി ഒഴിഞ്ഞു മാറി നടന്നു പറഞ്ഞത്? എന്താ അതൊക്കെ സത്യമായിരിക്കും. പക്ഷെ അതിൽ വിഷമിക്കാതെ നിന്റെ സ്നേഹത്തിലൂടെ തന്നെ അവനെ നിന്റെ വഴിക്ക് കൊണ്ടുവരണം. അങ്ങനെ ബുദ്ധിയുള്ള പെൺകുട്ടികൾ ചെയ്യുന്നേ അല്ലേ നാത്തൂനെ? അതെ, നീ അവന്റെ പുറകെ നടക്കുന്നതിലല്ല, അവനെ കൊണ്ട് നിന്റെ പുറകെ നടത്തിക്കുന്നതല്ല നിന്റെ വിജയം. ഞാനിപ്പോ എന്താ വേണ്ടത്?
അമ്മ അപ്പച്ചി പറയുന്ന പോലെ അങ്ങ് ചെയ്യാം. മിടുക്കി. ഇങ്ങനെ വേണം കാര്യപ്രാപ്തിയുള്ള പെൺകുട്ടികൾ പറയാൻ. പൃഥ്വിയ, കണ്ടോ, നീ പോയി സംസാരിക്ക. ആ പിന്നെ വഴക്കൊന്നും വേണ്ട, സ്നേഹത്തില് മതി അല്ലേ നാത്തൂനെ? അതെ അതെ, നീ വേഗം ഫോൺ എടുക്ക. പോ. അണ്ടർ കവർ പോലീസ് ടീമിലെ എല്ലാവരെയും ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണമെന്നാണ് പൂർണിമ ജോർജ് സാറിനോട് പറഞ്ഞത്. അല്ല, സാർ അപ്പൊ തന്നെ അത് പറ്റില്ല എന്നും പറഞ്ഞു. എന്തിനായിരിക്കും പൂർണിമ ചേച്ചി അങ്ങനെ പറഞ്ഞത്? അവർക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യം ഉണ്ടായിരിക്കോ? അവരുടെ സംസാരത്തിൽ നിന്ന് രഹസ്യമായ എന്തെങ്കിലും ലക്ഷ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. താനെന്താടോ ഒന്നും പറയാത്തെ? തനിക്കെന്താ തോന്നുന്നേ? പൂർണിമ ചേച്ചി അത് നല്ല ഉദ്ദേശത്തിൽ തന്നെ പറഞ്ഞതാവും. ചാനലിന്റെ ആവശ്യത്തിന് വേണ്ടി എക്സ്ക്ലൂസീവായി അണ്ടർകവർ പോലീസിനെ വെളിച്ചത്ത് കൊണ്ടുവരികയായിരിക്കും ചേച്ചിയുടെ ലക്ഷ്യം. ഒരുപക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കും. അവർക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ അവരുടെ ഈ അന്വേഷണം നമുക്ക് ദോഷം ചെയ്യും. അവരന്വേഷിക്കുന്നത് നമ്മളെയാണെന്ന് ഒരു സൂചന പോലും കിട്ടാൻ പാടില്ല. അതെ, ന്യൂസുകളുടെ പേരിൽ ചാനലുകൾ തമ്മിൽ വഴക്കടിക്കുന്ന ഈ കാലത്ത് ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അങ്ങനെ ഒന്ന് സ്വന്തമാക്കാൻ അവർക്ക് 100 മാർഗങ്ങളുണ്ടാവും. ഇപ്പൊ ചേച്ചി ലക്ഷ്യം വെച്ചിരിക്കുന്നത് നമ്മളെയാണെങ്കിൽ ജോർജ് സാറിന്റെ മുന്നിൽ എത്തിയതുപോലെ വേറെയും വഴികൾ അവർ തേടിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. അതെ, നമ്മുടെ ഭാഗത്തെ ചെറിയ പാളിച്ചകൾ പോലും നമ്മളെ തന്നെ കാട്ടിക്കൊടുക്കുന്ന അവസ്ഥയുണ്ടാവും. അങ്ങനെ സംഭവിച്ച ഇതുവരെ നമ്മൾ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെയാവും. ദുർഗ ടെൻഷനാവാതെ, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. എന്താ മോളെ? മോൾക്ക് അമ്മയോട് സംസാരിക്കാൻ ഉണ്ടോ? അമ്മ ഈ വർക്ക് ഒന്ന് തീർത്തോട്ടെ, എന്നിട്ട് സംസാരിക്കാം. ശരി, പറഞ്ഞോ. എന്താ അമ്മയോട് മോക്ക് പറയാനുള്ളത്? എന്താ പൂർണിമയെ മോള് പറയണത്? ദുർഗയും കിരണിനെയും വീട്ടിലേക്ക് വിളിക്കണമെന്നാ മോള് പറയുന്നത്. ആഹാ, മോൾക്ക് അവരെ ഒരുപാട് ഇഷ്ടായി തോന്നണൂലോ. അല്ലെങ്കിലും ദുർഗ നല്ലൊരു കുട്ടിയമ്മേ, ആർക്കും അവളെ ഇഷ്ടാവും.